ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഭാഗവതത്തിൻ്റെ കഥയിൽ ഞാൻ ഭൃഗുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. യമൻ്റെ പുത്രിയായ സുനിത വേനൻ എന്ന ഒരു പുത്രനങ്ങ് ജന്മം നൽകി. ദുർമാർഗിയായ വേനനെ ശിക്ഷിച്ച് സന്മാർഗിയാക്കുവാൻ വേണ്ടി അങ്കൻ വളരെയധികം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം അങ്ങ് വിഫലമായി. ഒടുവിലോ ഗത്യന്തരമില്ലാതെ അങ്കൻ നാടുപേക്ഷിച്ചെങ്ങോ പലായനം ചെയ്തു. രാജാവ് പോയതോടുകൂടി പ്രജകൾക്ക് വേനൻ്റെ ഭരണം അങ്ങ് സഹിക്കേണ്ടതായി വന്നു. വേനൻ തൻ്റെ ദുഷ്പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമസ്ത പ്രജകളും തന്നെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് ആ അവിവേകി കൽപ്പന അങ്ങ് പുറപ്പെടുവിച്ചു. ദേവന്മാരും മഹർഷിമാരും ഉൾപ്പെടെ എല്ലാവരും വേനനെ സന്മാർഗിയാക്കുവാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ ഋഷിമാർ എന്തു ചെയ്തു? വേനനെ ഉഗ്രശാപത്താൽ അങ്ങ് വധിച്ചു. എന്നാൽ പുത്രനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സുനിത മന്ത്ര ഔഷധങ്ങൾ പ്രയോഗിച്ച് അവൻ്റെ ശരീരത്തിന് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് സന്താനം ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ മഹർഷിമാർ വേനൻ്റെ തുട അങ്ങ് കടയുവാൻ തുടങ്ങി. തുടയിൽ നിന്നും വിരൂപിയും വളരെയധികം കറുത്തു കുറിയവനുമായ ഒരുവൻ അങ്ങ് ആവിർഭവിച്ചു. അവൻ മുനിമാരോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മഹർഷിമാർ അപ്പോൾ അവനോട് ഉപനിഷ്ഠനാകുവാൻ, അതായത് നിശീത ആകുവാൻ അങ്ങ് പറഞ്ഞു. അങ്ങനെ അവൻ നിഷാദനായി. അവൻ്റെ സന്തതി പരമ്പരകളെല്ലാം നിഷാദ വംശമായിട്ട് അങ്ങ് ആവിർഭവിച്ചു. മഹർഷിമാർ വേനൻ്റെ ഇരു കൈകളും കടയുവാൻ ആരംഭിച്ചു. അതിൽ നിന്നും ഭഗവാൻ നാരായണൻ്റെയും ദേവി ലക്ഷ്മിയുടെയും അംശാവതാരമായി ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ആവിർഭവിക്കുകയുണ്ടായി. ദീർഘദർശികളായ മഹർഷിമാരോ ആ പുരുഷൻ രാജവംശത്തിൻ്റെ സൽഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണെന്ന് മനസ്സിലാക്കി അവന് പൃഥു എന്ന നാമം നൽകുകയാണ് ചെയ്തത്. പൃഥ്വിയിലെ ധർമ്മ സംസ്ഥാപനത്തിനായി ഇന്ദ്രാദി ദേവന്മാരും ത്രിമൂർത്തികളും ദിക്പാലകന്മാരും പൃഥുവിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ എത്തിച്ചേർന്നു. ഓരോരുത്തരും പൃഥുവിന് ശ്രേഷ്ഠോപകാരങ്ങളെല്ലാം നൽകി. സൂതരും മാഗധരും പൃഥുവിനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇത് കേട്ട് പൃഥു നിർഗുണനായി തന്നെ ഈ വിധം സ്തുതിക്കുന്നതിൻ്റെ കാരണം ആരാഞ്ഞു. മഹർഷിമാരാകട്ടെ സ്തുതി പാടകരെ അങ്ങ് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പൃഥു എല്ലാവർക്കും ധാരാളം സമ്പത്ത് അങ്ങ് നൽകി. അപ്പോൾ അദ്ദേഹത്തോട് അന്നം നൽകുവാൻ അവർ അപേക്ഷിച്ചു. പൃഥു ഭൂമിയോട് അന്നം നൽകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ തൻ്റെ ആവശ്യം നിറവേറ്റാതെ നിൽക്കുന്ന ഭൂമിക്ക് നേരെ പൃഥു ധനുസ്സ് അങ്ങ് കുലച്ചു. അപ്പോൾ ഭൂമിദേവി എന്ത് ചെയ്തു? ഭയചകിതയായിട്ട് ഭൂമി ഒരു ഗോവിൻ്റെ, അതായത് ഒരു പശുക്കിടാവിൻ്റെ രൂപത്തിൽ അങ്ങ് ഗത്യന്തരമില്ലാതെ അങ്ങ് ഭയചകിതയായിട്ട് അപ്രത്യക്ഷയായി. പൃഥു ഗോവിനെ പിന്തുടർന്നുകൊണ്ട് ചെന്നു. അപ്പോൾ ഗത്യന്തരമില്ലാതെ ഗോവ് പൃഥുവിൻ്റെ കാൽക്കൽ വീണ് അങ്ങ് നമസ്കരിച്ചു. രാജാവേ, അങ്ങ് എന്തിനാണ് എന്നെ വധിക്കാനൊരുങ്ങുന്നത്? ഞാൻ നശിച്ചാൽ ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങളെയും നീ എവിടെയാണ് വസിപ്പിക്കുവാൻ പോകുന്നത്? ഇത് കേട്ട് പൃഥു പറയുകയാണ്, സമസ്ത ജീവജാലങ്ങൾക്കും
അത്യന്താപേക്ഷിതമായ അന്നം നീ അങ്ങ് നിന്നിൽ തന്നെ ഉണ്ട്. അതെല്ലാം നീ ഒളിച്ചു വച്ചിരിക്കുകയാണ്. നിന്നെ ഇല്ലാതാക്കിയാലും ജീവജാലങ്ങളെ നിലനിർത്തുവാനുള്ള യോഗശക്തി എനിക്കുണ്ട് കേട്ടോ. ഇത് പൃഥുവിൻ്റെ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ ഭൂമി അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ അധർമ്മം കൊടി കൊത്തി വാഴുകയാണ്. ഏവർക്കും അവകാശപ്പെട്ടതാണ് അന്നം എന്ന സത്യം മറച്ചു വെച്ച് കുറേ പേർ അത് മുഴുവൻ അപഹരിച്ചപ്പോൾ എനിക്ക് സസ്യങ്ങളെയൊക്കെയും ഉപസംഹരിക്കേണ്ടതായിട്ട് അങ്ങ് വന്നു. എപ്പോഴാണ് ഇവിടെ ധർമ്മനീതികൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്, അപ്പോൾ എല്ലാം ശുഭകരമായിട്ട് അങ്ങ് ഭവിക്കും. ഭൂമിയുടെ വാക്കുകൾ കേട്ട പൃഥു മാനവരിൽ ആദ്യനായ മനുവിനെ ഒരു പൈക്കിടാവാക്കി നിർത്തിക്കൊണ്ട് ഭൂമിയിൽ നിന്നും സസ്യജാലങ്ങളെ അങ്ങ് കറന്നെടുത്തുവാൻ തുടങ്ങി. ഇതേ തുടർന്ന് ഓരോ ജനുസിൽപ്പെട്ടവരും ഉചിതമായ രീതിയിൽ തന്നെ പൈക്കിടാങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം കറന്നെടുത്തു. പൃഥു തൻ്റെ ധനുസിൻ്റെ അഗ്രത്താൽ ഭൂമിയെ അങ്ങ് നിരപ്പാക്കുകയാണ് ചെയ്തത്. കുന്നും കുഴിയും മല നിരകളും നിറഞ്ഞ ഭൂമി സമതലമായിട്ട് അങ്ങ് മാറി. ആ ഭൂമിയെ അദ്ദേഹം ഓരോ വിഭാഗങ്ങൾക്കായി അങ്ങ് ഭാഗിച്ചു നൽകി. ഭൂമി അങ്ങ് ഹരിത സമ്പന്നയായി. പൃഥുവിൻ്റെ ഗുണങ്ങളാൽ സർവ്വജനങ്ങൾക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ വർദ്ധിച്ചു. സകലതും മംഗളമായി ഭവിക്കുകയും ചെയ്തു. ഈ വേളയിലാണ് പൃഥു എന്തു വിചാരിച്ചു, ഒരു അശ്വമേധ യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ ദേവേന്ദ്രൻ എന്തു ചെയ്തു, തൻ്റെ സ്ഥാനമാനങ്ങൾ എങ്ങാനും പൃഥു തട്ടിയെടുക്കുമോ എന്ന ആശങ്കയായിരുന്നു ഇന്ദ്രന്. അതിനാൽ യാഗാശ്വത്തെ അങ്ങ് അപഹരിച്ചു കൊണ്ടുപോയി. അശ്വത്തെ സംരക്ഷിച്ചു പോന്ന പൃഥുവിൻ്റെ പുത്രനോ യാഗാശ്വത്തെ കാണാതെ അവിടെ എല്ലാം അന്വേഷണം നടത്തി. അത്രി മഹർഷി പൃഥുപുത്രന് യാഗാശ്വം എവിടെയാണ് ഉള്ളത് എന്ന് കാട്ടിക്കൊടുത്തു. അത്രിയുടെ പ്രേരണയാൽ കുമാരൻ ഇന്ദ്രൻ്റെ നേർക്ക് പാഞ്ഞടുക്കുകയും മയചകിതനായ ഇന്ദ്രൻ യാഗാശ്വത്തെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയും ചെയ്തു. കുതിരയെ വീണ്ടെടുത്തുകൊണ്ട് പൃഥുപുത്രന് വിജിതാശ്വൻ എന്ന നാമം നൽകുകയും ചെയ്തു. ഈ സംഭവം കഴിഞ്ഞാണ് അനേകം തവണ ഇന്ദ്രൻ യാഗാശ്വത്തെ അപഹരിച്ചത്. എന്നാലോ അപ്പോഴൊക്കെ വിജിതാശ്വന് അത്രി മഹർഷി യാഗാശ്വത്തെ അങ്ങ് കാട്ടിക്കൊടുത്തു. ഒടുവിൽ ശല്യം സഹിക്കവയ്യാതെ ഇന്ദ്രനെ വധിക്കുവാനായി പൃഥു യുദ്ധസന്നദ്ധനായി ഇറങ്ങി. എന്നാൽ യജ്ഞത്തിനിടയിൽ ഇത്തരം ഒരു പ്രവൃത്തി യുക്തമല്ലെന്ന് ഋത്വിക്കുകൾ രാജാവിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ ഇന്ദ്രനെ വധിക്കുക എന്ന തീരുമാനത്തിന് യാതൊരുവിധ മാറ്റമില്ലെന്ന് തന്നെ പൃഥു അതിന് മുന്നോട്ട് പോയി. അപ്പോഴാണ് ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞ്, രാജൻ, താങ്കൾ ചെയ്യുന്ന ഈ യജ്ഞവൃത്തികൾ ഭഗവാൻ നാരായണനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഭഗവാന്റെ അംശമാണ് ഇന്ദ്രൻ എന്നിരിക്കെ അവനെ വധിച്ചിട്ട് എങ്ങനെയാണ് അങ്ങ് നാരായണ പ്രീതി ലഭ്യമാക്കുന്നത്? അതിനാൽ ഇന്ദ്രന് അഭയം നൽകി ഏതു വിധേനയും യാഗം പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ദ്രൻ്റെ വധത്തിന് പോകുന്നത് പിന്തിരിയുക എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ്റെ വാക്കുകൾ കേട്ട് പൃഥുവിൻ്റെ കുറച്ച് കോപമെല്ലാം അടങ്ങി. ആ ഉപദേശമനുസരിച്ച് യാഗം സമർപ്പിക്കുകയും സന്തുഷ്ടരായ ദേവകൾ പൃഥുവിന് യജ്ഞഫലം നൽകി അനുഗ്രഹിക്കുകയും അങ്ങ് ചെയ്തു. ഇന്ദ്രനും പൃഥുവും നല്ല സുഹൃത്തുക്കളായി. ഭഗവാൻ നാരായണൻ അവരിരുവരുടെയും മൈത്രിക്ക്
മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. സദാ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് പൃഥു നാരായണനോട് അറിയിച്ചു. സനകാദികൾ ഒരു നാൾ പൃഥുവിൻ്റെ യജ്ഞശാലയിൽ അങ്ങെത്തി. രാജാവ് ഭക്തി ആദരപൂർവം അവരെ ആനയിച്ച് ഇരുത്തി. ആ പൃഥുവിൻ്റെ അപേക്ഷ മാനിച്ച് സനകാദികൾ അദ്ദേഹത്തിൻ്റെ മുക്തിമാർഗം ഉപദേശിച്ചു. യാഗാവസാനം പൃഥു എന്തു ചെയ്തു? പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളും കാത്ത് രാജ്യമെല്ലാം ഭരിച്ചു പോന്നു. ഒടുവിൽ യൗവനാനന്ദം രാജ്യത്തിൻ്റെ ഭരണം പുത്രനെ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം പത്നിയോടൊപ്പം വനത്തിലേക്ക് അങ്ങ് പോയി. ആരണ്യത്തിൽ സദാ നാരായണനെ ധ്യാനിച്ചുകൊണ്ട് കൊടും തപസ്സിൽ ഏർപ്പെട്ട പൃഥു മോക്ഷപദത്തിൽ എത്തുകയും ചെയ്തു. ഇതാണ് പൃഥു ചരിത്രം. വീണ്ടും നമുക്ക് വേറൊരു കഥയുമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യൽ സകലം പ്രവൃത്തി നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.